പലപ്പോഴും നമ്മെ നിരാശയിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിടുമ്പോഴും നമ്മുടെ കണ്ണ് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എന്ന് പറയുന്നു, അവൻ എന്നോട് ഹല്ലേലൂയ അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചു വിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മനോവേദന ഹേതുവായി ഞാൻ എന്റെ കാലമൊക്കെയും സമാധാനത്തോടെ നടക്കും. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ജീവനും കേവലം അതിനെ ദാവീദിന്റെ ജീവിതത്തിൽ സംബന്ധിച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. എന്നാൽ സ്തോത്രം ഇത് വായിച്ചു കേൾക്കുമ്പോൾ, ഇതിനെ സ്തോത്രം ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് തുറന്ന പ്രാർത്ഥനകളായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ദാവീദിനെ കുറിച്ച് നാം കാണുമ്പോൾ സ്തോത്രം ഇശായിയുടെ മക്കളിൽ ഇളയവനായി വളർന്ന് സ്തോത്രം വീടിന്റെ പരിപാലനം, അതുപോലെ ആടുകളുടെ പരിപാലനം, ഇതൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമായിരുന്നു. സ്തോത്രം എന്നാൽ സ്തോത്രം തന്നെ ചിന്തിക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സ്തോത്രം അഭിഷേക തൈലവുമായി വന്ന് നിൽക്കുന്ന പുരോഹിതന് മുമ്പിൽ സ്തോത്രം ഹല്ലേലൂയ ഇനിയും ആരെങ്കിലും ഉണ്ടോ മക്കളെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ഇടയനേ ഉള്ളൂ.
wants to save their life will lose it. But whoever loses their life for me and the gospel will save it. Mark 8 verses 35. Against authorities, against cosmic power over the present darkness, against spiritual forces of evil in the heavenly places. Therefore, put on the whole armor of God, that you may be able to withstand the evil they have, and all down to stand. പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവം എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി 2025 നാം എന്ത് ചെയ്യണം എന്നുള്ളതിൽ നിന്ന് തുടങ്ങാൻ പോവാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 2025 ഞാൻ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്യേണ്ട the 3 things that I should do in this 2025. ഈ 2025 ഞാൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ആമേൻ, എൻ്റെ ദൈവത്തിങ്കിലേക്ക് ഞാൻ നോക്കും. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ദൈവത്തിങ്കലേക്ക് നോക്കൂ. രണ്ടാമത്തെ കാര്യം, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ആമേൻ. ഈ 2025 I am willing to wait. ഞാൻ കാത്തിരിക്കാൻ
തയ്യാറാ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ബസ് സ്റ്റോപ്പിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ക്ഷമ പോലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവൻ ദൈവം ആഗ്രഹിക്കുന്ന അവൻ ഒരു കാര്യമേ ഉള്ളൂ, എന്നിലും നിങ്ങളിൽ നിന്നും വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ മാത്രമേ ഇന്നുവരെ ചരിത്രത്തിൽ ശക്തിയെ പുതുക്കിയിട്ടുള്ളൂ. ഇന്നുവരെ അവർക്ക് മാത്രമേ കഴുകന്റെ ചിറക് കിട്ടിയിട്ടുള്ളൂ. അവര് മാത്രമേ പറന്നുയർന്നിട്ടുള്ളൂ. ഇന്ന് രാത്രികാലം ദൈവത്തിങ്കിലേക്ക് നോക്കുവാനും അവൻ പ്രൈസ് ദി ലോർഡ് കാത്തിരിക്കുവാനും പരിശുദ്ധാത്മാവ് ഈ അവൻ 1-ാം മാസം 1-ാം തീയതി പ്രഭാതത്തിൽ നമുക്കൊരു അരുളപ്പാട് തരിക. തീർന്നില്ല. അടുത്തത്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവൻ 3 കാര്യങ്ങൾ. 1, അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കണം. 2, കാത്തിരിക്കണം. 3, അവൻ പ്രാർത്ഥിച്ചോണം. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയാ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയാ, വെല്ലുന്ന ശോഭയാ. നമ്മുടെ പാപത്തെ ചുമന്ന ആ കർത്താവിന്റെ ഓർമ്മയ്ക്കായി ഈ മേശയുടെ ഭാഗമാകുവാൻ സ്വർഗം നമുക്കൊരു ഭാഗ്യം തന്നല്ലോ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം ചെയ്യുവിൻ. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം അത്രേ ആകുന്നു. നാം എല്ലാം ഈ ഒരേ അപ്പത്തിന്റെ അംശികൾ അത്രേ. ഇന്ന് രാത്രി കർത്താവ് കാൽവറിയിൽ തന്നെ ശരീരത്തെ ഒരു മാംസപിണ്ഡമാക്കിയത് എനിക്കും നിങ്ങൾക്കും ഈ അപ്പത്തിന്റെ ഭാഗമാകുവാനാ. ഇന്ന് രാത്രികാലം ഒരു നിമിഷം ഈ അപ്പത്തെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ രാത്രികാല കർത്താവേ, അവൻ ഈ അപ്പത്തെ സ്വർഗം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാണനെയും വെടിഞ്ഞു, അവൻ ശരീരത്തെ മുറിച്ചു, അവൻ കർത്താവെ ഗോൽഗോത്ത വരെ വീണ്ടും എഴുന്നേറ്റ് കടന്നുപോയതിന്റെ ഓർമ്മയായി ഇത് വാങ്ങി ഭക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിന്റെ ഭാഗമാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. അവൻ ഇന്ന് രാത്രി കൃപ കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവൻ സ്വർഗം ഈ അപ്പത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പത്തെ അനുഗ്രഹിച്ച് നൽകിയതിനായി ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഔണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിൻ കൂട്ടായ്മയല്ലയോ? ആകയാൽ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി നൊന്ത് നീറിയതിൻ്റെ ഓർമ്മയായി ഇത് വാങ്ങി പാനം ചെയ്യുവീൻ എന്നവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ന് രാത്രി സ്വർഗത്തിലെ കർത്താവ് ഈ അവൻ പാനപാത്രത്തെയും അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വെള്ളമായി വരുന്നിടം വരെയും ഞങ്ങൾക്ക് വേണ്ടി കിടന്ന് വേദനപ്പെട്ടതിന് നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹത്തെ, മരണത്തെ ഓർക്കുവാൻ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ഞങ്ങളെ ഓർത്ത് ദൈവസ്ഥലിൽ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ യോഗ്യരാക്കിയത് ക്രിസ്തുവിന്റെ രക്തത്താലാണല്ലോ. ഞങ്ങളെ വിശ്വസ്തരം നേടിയത് അങ്ങയുടെ രക്തത്താലാണല്ലോ. ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് അങ്ങയുടെ രക്തത്താലാണല്ലോ. ഞങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടത് അങ്ങയുടെ രക്തത്താലാണല്ലോ. ആ രക്തത്തെ ഇന്ന് രാത്രി ഓർക്കുന്നു കർത്താവേ. അവൻ അങ്ങ് സഹിച്ച എല്ലാ വേദനകൾക്കും നന്ദി. ഈ പാനപാത്രത്തെ സ്വർഗം അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രികാലം കർത്താവ് ഈ തിരുമേശയെ അനുഗ്രഹിച്ചതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം.
Greetings to you all those who are hearing me today in the precious and matchless name of our Lord Savior Jesus Christ. It's an honor for me to introduce Calvary Revival Pentecostal Church, established in 2019 in the capital city of Canada. God is using our church mightily in this end time to declare the gospel and to exalt Christ. ദൈവം കഴിഞ്ഞ നാളുകളിൽ ദേശത്ത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായും ദൈവസഭയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ ഈ തലമുറയിലും കർത്താവ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നെ ഈ കേൾക്കുന്ന ഏവരെയും ഞാൻ ദൈവസഭയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. നിങ്ങളെ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. If you are around the city looking for a church or visiting the city, please feel free to reach out to us. God bless you in Christ. Pastor of the church, Shibu Sam.